എങ്ങനെയാണ് ഈ കോഡിന്റെ നിലവിലെ വകഭേദം, അതിന്റെ വ്യാപനശേഷി എന്തൊക്കെയാണെന്ന് വേഗത്തിൽ ഒന്ന് നോക്കാം. വ്യാപനത്തിന് കാരണം JN1 വകഭേദം എന്നതാണ് ഇപ്പോൾ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒമിക്രോൺ ശാഖയിൽപ്പെട്ട JN1 എന്ന വകഭേദമാണ് നിലവിൽ പടരുന്നത്. ഒമിക്രോൺ പോലെ തന്നെ പെട്ടെന്ന് പടരും, പക്ഷേ തീവ്രത കുറവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തീവ്രത കുറവാണ് എന്നതാണ് ആശ്വാസം. എന്തായാലും മുൻ വകഭേദങ്ങളെ പോലെ തന്നെയുള്ള വ്യാപനശേഷി കുറച്ച് കൂടുതൽ ഇതിന് വ്യാപനശേഷിയുണ്ട്. ഏകദേശം 1.5 മടങ്ങ് വ്യാപനശേഷി എന്നതാണ് പറയുന്നത്. പക്ഷേ തീവ്രത കുറവാണെന്ന് നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഇനി നമുക്ക് എന്താണ് JN1ന്റെ ലക്ഷണങ്ങൾ എന്നതുകൂടി പരിശോധിക്കാം. ഏറെ സാമ്യമുള്ള ലക്ഷണങ്ങൾ തന്നെയാണ്. വിറയോട് കൂടിയ പനി, വരണ്ട ചുമ, തൊണ്ടവേദന, ക്ഷീണം, തലവേദന, ഉറക്കമില്ലായ്മ ഒക്കെയാണ് ശീലം. സാധാരണഗതിയിൽ കോവിഡ് എന്ന് പറയുമ്പോൾ ജലദോഷം എന്നുള്ളതാണ് ആദ്യമായി നോക്കുക. ഇപ്പോൾ പക്ഷേ ഈ റിപ്പോർട്ട് ചെയ്ത പല കേസുകളിലും അതുണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ചികിത്സയേക്കാൾ എളുപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധം തന്നെയാണ്. അത് നമുക്കറിയാം ഏതൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ. മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇപ്പോൾ സാനിറ്റൈസറൊക്കെ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എനിക്ക് തോന്നുന്നു കടകളിൽ പോലും സാനിറ്റൈസറിൻ്റെ ഒക്കെ എണ്ണം ഉണ്ടോ എന്ന സംശയമുണ്ട്. പക്ഷേ വീണ്ടും ആ ഒരു സമയത്തേക്ക് നമ്മൾ വരുന്നു. കുറച്ച് ജാഗ്രത തുടരുക എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുക. വല്ലാതെ ഒരു ആശങ്കയൊന്നും വേണ്ട. അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ശ്രദ്ധിക്കുക.